ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ടിപ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡേ 6 ആണ് കേട്ടോ. ഡേ 6 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത് നമുക്ക്? പിക്കിൾസ്, ചട്നി, സോസസ്, സ്പൈസസ്, ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും എക്സ്പ്ലനേഷനുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് പേര് സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി മൊഡ്യൂൾ 1 ഫുള്ളായിട്ട് ഞാൻ കംപ്ലീറ്റ് സിലബസ് അനുസരിച്ച് നോട്ട്സ് എല്ലാം റെഡിയാക്കി സ്ലൈഡ് പ്രിപ്പയർ ചെയ്തതാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്യാം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മൊഡ്യൂളിലോട്ട് പോകുന്നുള്ളൂ. വീഡിയോ കണ്ടാൽ മാത്രം പോരാ, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഏറ്റവും നല്ല കമൻറ്റിൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്ത് നമ്മുടെ FSOD എക്സാം കഴിയുന്നതോടുകൂടി 1000 rupees വില വരുന്ന ഒരു നല്ലൊരു ഗിഫ്റ്റ് കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, എന്താ ഇവിടെ പറയുന്നത്? പിക്ലിംഗ് ഈസ് എ പ്രോസസ് ഓഫ് പ്രിസർവിംഗ് ഫുഡ്സ് ഇൻ ഓപ്ഷൻസ് വിനേഗർ ഓൺലി, വിനേഗർ ആൻഡ് സോൾട്ട്, വിനേഗർ ആൻഡ് വെജിറ്റബിൾ ഓയിൽ, ഓൾ ഓഫ് ദീസ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പിക്ലിംഗ് എന്ന് പറയുന്ന വാക്ക് കേട്ടാൽ നമുക്ക് തോന്നും അച്ചാറല്ലേ എന്ന്. കാരണം പിക്കിൾ എന്ന് പറയുന്നത് സാധാരണ അച്ചാറിനാണ് അല്ലേ. പക്ഷേ നമ്മൾ ഉപ്പിലിടില്ലേ, അതിനെ പറയുന്ന പേരാണ് പിക്ലിംഗ് എന്ന് പറയുന്നത്. സുർക്കയിലിട്ട് വയ്ക്കും, ഉപ്പിലിട്ട് വയ്ക്കും അല്ലേ. അപ്പോൾ ആ ഒരു മെത്തേഡിനെയാണ് പിക്ലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ പിക്ലിംഗ് ഈസ് എ പ്രോസസ് ഓഫ് പ്രോസസ് ഓഫ് പ്രിസർവിങ് ഫുഡ് ഇൻ, ഏതിലാണ് നമ്മൾ പ്രിസർവ് ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ വിനേഗർ എടുക്കാറുണ്ടല്ലോ അല്ലേ, സോൾട്ട് വെറുതെ വെള്ളത്തിൽ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അതിലൊക്കെ നമ്മൾ നെല്ലിക്കൊക്കെ ഇടാറുണ്ട്. അപ്പോൾ വിനേഗർ ആൻഡ് സോൾട്ട് ഇത് രണ്ടുമാണ് നമ്മൾ സാധാരണ പിക്ലിംഗ് പ്രോസസ്സിന് വേണ്ടി ഉപയോഗിക്കുന്നത്. എല്ലാവർക്കും വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിയുന്ന കാര്യമാണ്. അപ്പോൾ കുറച്ച് കാര്യം കൂടി ഞാൻ പറയാം. മെയിനായിട്ട് നമ്മൾ പറയുന്നത് എന്താണ് ഇവിടെ? ഫുഡ് പ്രിസർവേഷൻ എന്ന് പറയുന്നതാണ് അല്ലേ. ഫുഡ് പ്രിസർവേഷൻ ഫ്രൂട്ട്സിനും അതുപോലെ തന്നെ വെജിറ്റബിൾസിൻ്റെ കേസിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഫുഡ് പ്രിസർവ് ചെയ്യുക എന്ന് പറയുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ് പ്രിസർവ് ചെയ്യുന്നത്? സ്പോയിലേജ് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രിസർവ് ചെയ്യുന്നത് അല്ലേ. പ്രിവെൻറ്റ് സ്പോയിലേജ്. സ്പോയിലേജ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? നമ്മുടെ മൈക്രോബിയൽ ഗ്രോത്ത് വരുമ്പോഴാണ് സ്പോയിലേജ് വരുന്നത്. ഈ ഒരു ഗ്രോത്ത് ഇല്ലാതാക്കാനാണ് നമ്മൾ പ്രിസർവ് ചെയ്യുന്നത്. സാധാരണ രീതിയിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നമ്മൾ പ്രിസർവ് ചെയ്യുന്നുണ്ട് അല്ലേ. ഈ ഒരു മെത്തേഡ് വഴി നമുക്ക് ഈ ഫുഡിൻ്റെ ലൈഫ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് പറയാം ഷെൽഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഈ പ്രിസർവേഷനിലൂടെ സാധിക്കും. അതുകൊണ്ട് തന്നെ ലോങ് ടൈം കേടുകൂടാതെ സൂക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഫുഡുമായി റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ബിസിനസ് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരുപാട് നാൾ കേടുകൂടാതെ സൂക്ഷിച്ചാലേ അവർക്കൊക്കെ ഒരു പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നോർമലി പ്രിസർവേഷന് നമ്മൾ ഉപയോഗിക്കുന്ന എന്തൊക്കെയാണ്? ഒന്നുകിൽ ടേബിൾ സോൾട്ട് പ്രിസർവേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ ഷുഗർ ഉപയോഗിക്കാറുണ്ട്, പിന്നെ നമ്മുടെ വെജിറ്റബിൾ ഓയിൽസ് ഉപയോഗിക്കാറുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ പ്രിസർവേഷന് വേണ്ടി ഉപയോഗിക്കും. ഇനി ഇവിടെ പറയുന്നത് പിക്ലിങ്ങിനെ കുറിച്ചാണ്. പിക്ലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് എ മെത്തേഡ് അല്ലെങ്കിൽ പ്രോസസ് ഓഫ് പ്രിസർവിങ് ഫുഡ് ബൈ ഡിഫറെൻറ്റ് മെത്തേഡ്. പല രീതിയിലെന്ന് പറയുമ്പോൾ 2 രീതിയാണ് മെയിനായിട്ട് പറയുന്നത്. അതിന് ഒന്നുകിൽ നമുക്ക് വിനേഗർ ഉപയോഗിക്കാം. വിനേഗർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഉപ്പിലിട്ട് വയ്ക്കും, അച്ചാറിലിട്ട് വയ്ക്കുകയൊക്കെ ചെയ്യും അല്ലേ. വിനേഗർ യൂസ് ചെയ്തിട്ട് പ്രിസർവ് ചെയ്യാം. അല്ലെങ്കിൽ രണ്ടാമത്തെ വരുന്ന ഏതാണ്? ബ്രൈൻ സൊല്യൂഷൻ. ഇത് ചോദിക്കും, എന്താണ് ബ്രൈൻ സൊല്യൂഷൻ എന്ന് വെച്ചാൽ നമുക്ക് ആർക്കും അറിയില്ല. എന്താ ബ്രൈൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സോൾട്ടിൻ്റെ സൊല്യൂഷനാണ്. സോൾട്ടിൽ ആരാ ഉള്ളത്? NaCl ആണ് അല്ലേ. നമ്മുടെ സോൾട്ട് എന്ന് പറയുന്നത് ഈ NaCl കുറച്ച് വാട്ടർ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന സാധനമാണ് എന്ത്? ഈ ബ്രൈൻ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വാട്ടർ പ്ലസ് NaCl വന്നു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ബ്രൈൻ സൊല്യൂഷൻ. അല്ലെങ്കിൽ എന്ത് പറയാം? അക്വസ് സൊല്യൂഷൻ ഓഫ് NaCl ആണ് നമ്മുടെ ബ്രൈൻ സൊല്യൂഷൻ. അപ്പോൾ വിനേഗർ മെത്തേഡും നമുക്ക് ഉപയോഗിക്കാം, ബ്രൈൻ സൊല്യൂഷൻ മെത്തേഡും നമുക്ക് ഈ ഒരു പിക്ലിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ക്ലിയർ ആയല്ലോ? ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് അറിയാനുള്ളത്. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈ ക്യാൻ പിക്കിൾസ് ബി സ്റ്റോർഡ് ഫോർ എ ലോങ് ടൈം? എന്തുകൊണ്ടാണ് പിക്കിൾസ് ഒരു ലോങ് ടൈമിൽ സ്റ്റോർ ചെയ്യുന്നത് അല്ലേ? എന്തുകൊണ്ടാണ്? ഓയിൽ ആൻഡ് സോൾട്ട് ഹെൽപ്പ് ടു soften the pickle. Microorganism cannot grow in the high salt concentration of pickle.
Then beneficial microbes can easily grow in the pickles. Harmful microbes cannot enter the jars of the pickle. അപ്പോൾ ഇതിൽ ഏതാണ് നമ്മുടെ ആൻസർ വരുന്നത് എന്നതാണ് അല്ലേ. അപ്പോൾ ഇവിടെ അറിയേണ്ട why can pickles be stored for a longer time? Options: oil and salt help to soften the pickle. Microorganisms cannot grow in the high salt concentration of pickles. Beneficial microbes can easily grow in the pickles. Harmful microbes cannot enter the jars of pickle. അപ്പോൾ ഇവിടെ എന്താ നമ്മുടെ ക്വസ്റ്റ്യൻ പറയുന്നത്, എന്തുകൊണ്ടാണ് ഈ ഒരു പിക്കിള് ലോങ്ങർ ടൈം കേടുകൂടാതെ സൂക്ഷിക്കുന്നത് അല്ലേ. എങ്ങനെയാണ് കേടുകൂടാതെ ഇരിക്കുന്നത്, സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നത്, എന്തുകൊണ്ടായിരിക്കാം? നമുക്ക് ഈസി ആയിട്ട് പറയാവുന്ന കാര്യമാണ് മൈക്രോ ഓർഗാനിസം കനോട്ട് ഗ്രോ ഇൻ ദ ഹൈ സോൾട്ട് കോൺസെൻട്രേഷൻ ഓഫ് പിക്കിൾ. ഓക്കെ, ഹൈ സോൾട്ട് കോൺസെൻട്രേഷൻ അല്ലേ, അതുകൊണ്ടാണ് നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്നത്. മൈക്രോ ഓർഗാനിസത്തിന് ഈ ഹൈ സോൾട്ട് കോൺസെൻട്രേഷനിലോട്ട് ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കില്ല. മനസ്സിലായോ? അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് നേരത്തെ പറഞ്ഞു, ബ്രെയിൻ സൊല്യൂഷനും അതുപോലെ തന്നെ വിനേഗറുമാണ്. ഇതുവഴിയാണ് നമ്മൾ പ്രിസർവേഷൻ നടത്തുന്നത് അല്ലേ. ഈ ഫുഡ് പ്രിസർവേഷൻ്റെ മെയിനായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ? നമുക്കറിയാം, മൈക്രോബിയൽ കണ്ടാമിനേഷൻ പ്രിവെൻറ്റ് ചെയ്യുക, പാത്തജൻസിനെ കില്ല് ചെയ്യുക, സ്പോയിലേജ് മിനിമൈസ് ചെയ്യുക, ഫുഡ് പോയ്സണിങ് മിനിമൈസ് ചെയ്യുക, ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സോൾട്ടിൻ്റെ കണ്ടൻറ്റ് ഉള്ളപ്പോൾ, അതായത് ഇപ്പം നമ്മൾ റോ മാംഗോ നമ്മൾ മാംഗോ പിക്കിളാക്കി മാറ്റും അല്ലേ, അങ്ങനത്തെ കേസിൽ മൈക്രോ ഓർഗാനിസത്തിനെ ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, പിന്നെ ആൻറ്റി മൈക്രോബിയൽ പ്രിസർവേറ്റീവ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്, ബാക്ടീരിയ, ഈസ്റ്റ് ഒക്കെ ഇല്ലാതാക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ഫുഡ് പ്രിസർവേഷൻ എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള പ്രിസർവേറ്റീവ്സാണ്. നമ്മുടെ ഈ വിനേഗറും ബ്രൈൻ എന്നൊക്കെ പറയുന്നത് നാച്ചുറൽ പ്രിസർവേറ്റീവ്സിൽ വരുന്നതാണ്. അപ്പോൾ അധികം ദോഷകരമായിട്ട് നമ്മളെ ബാധിക്കില്ല. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Dokla, chutney and lemon rice are the favorite dishes of the people of which state? ഓപ്ഷൻസ്: മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, കർണാടക, ഗുജറാത്ത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ ഇവിടെ വന്നിരിക്കുന്നത്? ഡോക്ലയും ചട്നിയും ലെമൺ റൈസ് ഒക്കെ ഏത് സ്റ്റേറ്റിലുള്ള ആളുകളുടെ ഫേവറേറ്റ് ഡിഷാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഗുജറാത്താണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഇവിടെ ഗുജറാത്ത്, യെസ്, ഗുജറാത്താണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ അറിയേണ്ട കാര്യം എന്താ, ഓരോ രാജ്യങ്ങളിലും ഓരോ സ്പെഷ്യൽ ആയിട്ടുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഷസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് നമുക്ക് ഒന്ന് നോക്കാം. അതായത് ഇപ്പം നമ്മളെ മഹാരാഷ്ട്ര എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിൽ വരുന്നത് ഏതൊക്കെയാണെന്നറിയോ നിങ്ങൾക്ക്? പൊഹ എന്ന് പറയും, കേട്ടിട്ടുണ്ടാവും. പൊഹ അത് അവിടുത്തെ സ്പെഷ്യലാണ്. പിന്നെ കിച്ചടി, പാവ്, അതൊക്കെ അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പൊഹ മാത്രമല്ല, പൊഹയാണ്, PO ആണ് വരുന്നത്. പൊഹ, കിച്ചടി, മിസൽ പാവ്, അതൊക്കെ അവിടുത്തെ സ്പെഷ്യൽ ഡിഷാണ്. മധ്യപ്രദേശിൽ വരുന്നതാണ് നമ്മുടെ ദാല്. എല്ലാവർക്കും അറിയാം അല്ലേ, പരിപ്പാണ്. ദാല്, കബാബ്, പാലക്ക് ചീരയിൽ പെട്ട സാധനമാണ് ഈ പാലക്ക് എന്ന് പറയുന്നത്. ഇതൊക്കെ മധ്യപ്രദേശിലുള്ളതാണ് കേട്ടോ. കർണാടകയിൽ വരുന്നതാണ് മെയിനായിട്ട് മൈസൂർ പാക്ക്. മൈസൂരൊക്കെ വരുന്ന കർണാടകയിലല്ലേ, നമുക്ക് ഓർത്ത് വയ്ക്കാൻ എളുപ്പമുണ്ട് അല്ലേ. മൈസൂർ പാക്ക്, നീർദോശ, അതൊക്കെ വരുന്നത് കർണാടകയിലാണ്. പിന്നെ നമ്മുടെ ഗുജറാത്തിൽ വരുന്നതാണ് ഈ ഡോക്ല, ചട്നി എന്നൊക്കെ പറയുന്നത്, ലെമൺ റൈസ്, അതൊക്കെ ഗുജറാത്തിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ഓർത്ത് വയ്ക്കുക. മഹാരാഷ്ട്രയിൽ പൊഹ, മധ്യപ്രദേശിൽ ദാല്, പാലക്കൊക്കെ, കർണാടകയിൽ വരുന്നതാണ് മൈസൂർ പാക്ക്, നീർദോശ, അതൊക്കെ വരുന്നത്. വേറെയും ഡിഷസ് ഉണ്ട്, ഞാൻ എല്ലാം ഒന്നും പറയുന്നില്ല കേട്ടോ. പിന്നെ ആന്ധ്രയിൽ കുറച്ച് സ്പൈസി ആയിട്ടുള്ളതാണ് അവർ എടുക്കുക, ആന്ധ്രയിലൊക്കെ. അതേപോലെ ആസാമിൽ കഴിക്കുന്നതുണ്ട്. അവിടുത്തെ ആൾക്കാർക്ക് റൈസ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അത് കൂടാതെ കുറേ പിക്കിളൊക്കെ ഉണ്ട്, സ്പെഷ്യൽ ടൈപ്പ് പിക്കിളൊക്കെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ ആളുകൾ കുടിക്കുന്ന ഒരു ഡ്രിങ്കാണ് അപ്പോങ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോങ് ഇതെവിടെയെന്നാണ് പറഞ്ഞത്? ആസാമിൽ കേട്ടോ. ആസാമിലെ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രിങ്കാണ് അപ്പോങ് എന്ന് പറയുന്നത്. റൈസ് ബിയർ എന്ന് പറയും. അതേപോലെ ഗോവയിലാണെങ്കിൽ സീ ഫിഷാണ് അവർക്ക് കൂടുതലായിട്ട് ഇഷ്ടം. അത് നല്ല കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നതാണ് അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ കേരളത്തിൽ എന്താണെന്നറിയോ നിങ്ങൾക്ക്? നമ്മുടെ കൊള്ളിയും തേങ്ങയൊക്കെയാണ് നമ്മുടെ മുറ്റത്ത് നട്ട് വളർത്തിയിട്ടുള്ള ടാപ്പിയോക്ക ആൻഡ് കോക്കനട്ട്. ഇതാണ് കേരളത്തിലത്തെ സ്പെഷ്യൽ. ദെൻ മസ്റ്റാർഡ് ഓയിലിൽ ഫിഷ് കുക്ക് ചെയ്യുന്നതാണ് ജമ്മു കാശ്മീരിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏകദേശമൊക്കെ ഒരു ധാരണ ഉണ്ടായാൽ മതി. നമ്മളിനി ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവാനാണ് ഇത്രയും പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A spicy sauce
A spicy brown sauce made from chili, spices, bread crumbs and chocolate is called. Options: mole, salsa, pico di gallo, ganache. മനസ്സിലായോ? എന്താ ചോദിച്ചിരിക്കുന്നത്? സ്പൈസി ബ്രൗൺ സോസ്, ചില്ലി വെക്കുന്നുണ്ട്, സ്പൈസസ് ഉണ്ട്, ബ്രെഡ് ക്രംസ് ഉണ്ട്, ചോക്ലേറ്റ് ഉണ്ട്. ഇതെല്ലാം ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു സ്പൈസി ബ്രൗൺ സോസാണ്. അതിൻ്റെ പേരെന്താണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഏതാണ്? മോൾ എന്ന് പറയുന്നത് കേട്ടോ. മോൾ ആണ്. ഈ മോളിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇതൊക്കെ മെക്സിക്കൻ ഡിഷസ് ആണ്. ഈ മോളാണെങ്കിലും സാൽസ ആണെങ്കിലും പൈക്കോ ഡി ഗാലോ എന്ന് പറയുന്ന ഒക്കെ മെക്സിക്കൻ ഡിഷസ് ആണ്. മനസ്സിലായോ? ഇതൊരു സ്പൈസി ബ്രൗൺ സോസാണ് മോൾ എന്ന് പറയുന്നത്. സ്പൈസി ആയിട്ടുള്ള ബ്രൗൺ സോസാണ് കേട്ടോ. ഓർത്ത് വയ്ക്കുക, ഇതൊക്കെ സോസുകളാണ്. സ്പൈസി ബ്രൗൺ സോസ് മെയ്ഡ് ഫ്രം ചില്ലി, സ്പൈസസ്, ബ്രെഡ് ക്രംസ്, ചോക്ലേറ്റ്, ഇതൊക്കെയാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ചില്ലി ഉണ്ട്, സ്പൈസസ് ഉണ്ട്, ബ്രെഡ് ക്രംസ് ഉണ്ട്, ചോക്ലേറ്റ് ഉണ്ട്. എവിടെയാണിത് മെയിനായിട്ട് വരുന്നത്? മെക്സിക്കൻ സോസാണ് കേട്ടോ. പിന്നെ ഇതിൽ തന്നെ കുക്ക് ചെയ്ത ബനാന ഒക്കെ ആഡ് ചെയ്യാറുണ്ട്. പല വെറൈറ്റിയിൽ ഇത് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അതായത് പല ടൈപ്പ് ചില്ലീസ് ഉപയോഗിക്കും. അതേപോലെ ഇൻഗ്രീഡിയൻസിൽ തന്നെ പല പല സ്പൈസസിലൊക്കെ മാറ്റം വരുത്തി പല രീതിയിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഈ മോൾ എന്ന വാക്ക് വരുന്നത് മോള്ളി എന്ന് പറയുന്ന ഒരു വേർഡിൽ നിന്നാണ്. ഇതിൻ്റെ അർത്ഥം സോസ് എന്നാണ്. മുള്ളി എന്ന് പറഞ്ഞാൽ സോസ് എന്നാണ്. അപ്പം അതിൽ നിന്നാണ് ഈ മോളിൽ നിന്നുള്ള വാക്ക് വന്നത്. മെക്സിക്കോയിലാണ് മെയിനായിട്ട്. ഓക്കെ, മറക്കണ്ട. ഇനി അടുത്ത ആളാണ് നമ്മുടെ സാൽസ എന്ന് പറയുമ്പോൾ അതും ഒരു സോസ് തന്നെയാണ്. സാൽസയുടെ പ്രത്യേകത എന്താ അറിയോ നിങ്ങൾക്ക്? സാൽസ മെയിനായിട്ട് ഒരു മെക്സിക്കൻ തന്നെയാണ്. മെക്സിക്കൻ ഡിഷാണ് കേട്ടോ. സോസാണ് ഇത്. ടൊമാറ്റോ ആണ് അതിൽ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ. നമ്മളെ സാൽസയ്ക്ക് അകത്ത് വരുന്ന ഏതാണ്? ടൊമാറ്റോ ആണ്. മെക്സിക്കോയിൽ തന്നെയാണ് അതും കാണുന്നത്. പിന്നെ അതിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം, അതിൽ ഒണിയനൊക്കെ കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ടൊമാറ്റോ മാത്രമൊന്നുമല്ല, ഒരു റെഡ് കളറിൽ തന്നെ കിട്ടുന്നത്. പിന്നെ ബോയിൽഡ് പൊട്ടാറ്റോ വെച്ചിട്ടുണ്ടാക്കാറുണ്ട്. കുറേ ഇൻഗ്രീഡിയൻസ് ചേർന്നതാണ് കേട്ടോ ഈ സാൽസ സോസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്നതാണ് പൈക്കോ ഡി ഗാലോ എന്ന് പറയുന്ന സംഭവം. പൈക്കോ ഡി ഗാലോയുടെ പ്രത്യേകത, അത് ഞാൻ വിളിക്കുന്ന പേര് ഫ്രഷ് സാൽസ എന്ന്. അതിന് കാരണം ഇവിടെയും ടൊമാറ്റോയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. മെക്സിക്കൻ ഡിഷ് തന്നെയാണ്. പക്ഷേ ഫ്രഷ് ആയിട്ടുള്ള ടൊമാറ്റോയും കാര്യങ്ങളൊക്കെയാണ് ഇതിന് വേണ്ടിയിട്ട് പൈക്കോ ഡി ഗാലോയ്ക്ക് ഉപയോഗിക്കുന്നത്. അതാണ് ഒരു വ്യത്യാസമുള്ളത്. ആക്ച്വലി ഇതും സാൽസയിൽ പെട്ട ഒരു ആൾ തന്നെയാണ്. ഇപ്പോൾ ഫ്രഷ് സാൽസ എന്നും പൈക്കോ ഡി ഗാലോ സോസിന് പറയുന്നൊരു പേരുണ്ട്. പിന്നെ ഗനാഷ് നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടാവും. നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അറിയുന്നതാണ് ഗനാഷ്. ഇതിൻ്റെ പ്രത്യേകത 1:1 മിക്സ്ചർ ഓഫ് ചോക്ലേറ്റ് ആൻഡ് വാം ക്രീമാണ് വരുന്നത്. സ്വീറ്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലതാണ്. ചോക്ലേറ്റും അതുപോലെ വാം ക്രീമും അതാണ് ഇതിൽ വരുന്നത്. ഓക്കെ, വാം ക്രീമും ചോക്ലേറ്റും ഗനാഷി എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കാം. ഞങ്ങൾ കോയമ്പത്തൂരൊക്കെ പോകുമ്പോഴൊക്കെ അവിടെയൊക്കെ ഇഷ്ടംമാതിരി ഉണ്ടാവും. അപ്പോൾ സ്വീറ്റിൽ പെട്ടതാണ്. കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഇത് 1:1 ആണ്. ചോക്ലേറ്റ് പ്ലസ് വാം ക്രീമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റിനെ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പൈസസ് ഈസ് ടേക്കൺ ഫോർ എ ഹെൽത്തി സ്റ്റൊമക്ക്? ഇറ്റ് ഈസ് ഓൾസോ ടേക്കൺ ആഫ്റ്റർ എവറി മീൽ ടു റിഫ്രഷ് അവർ മൗത്ത്. ഓപ്ഷൻസ്: കാർഡമം, ക്ലവ്, ക്യൂമിൻ, ഫെന്നൽ. ഇതൊക്കെ എന്താണെന്നൊക്കെ അറിയാലോ. ഏലക്കായ, കരയാമ്പൂ, ചെറിയ ജീരകം, പെരിഞ്ജീരകം അല്ലേ? ഇതൊക്കെ നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന. ഈ എപ്പിസോഡ് പ്രത്യേകത എല്ലാം നമ്മളുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഒരുവിധമൊക്കെ. അപ്പം നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാനൊക്കെ കുറച്ചുകൂടെ എളുപ്പമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഞാൻ കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഏതായിരിക്കും? നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുവരുന്ന ബില്ലൊക്കെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഒപ്പം ഒരാൾ കൂടി ഉണ്ടാവും അല്ലേ? ഒരു മധുരത്തിന് വേണ്ടിയിട്ട് ഒരു കൽക്കണ്ടം പോലത്തെ ഉണ്ടാവും. ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാണ്. അതിൻ്റെ ഒപ്പം ഒരു ജീരകമിഠായി പോലത്തെ ഒരു സംഭവം ഉണ്ടാവും. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അപ്പോൾ ഏതായിരിക്കും നമ്മുടെ ആൻസർ? യെസ്, ഫെന്നലാണ്, പെരിഞ്ജീരകം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പൈസ് ഹെൽത്തി ആയിട്ട് നമ്മളെ കൊണ്ടുനടക്കാനും നമ്മുടെ മൗത്ത് റിഫ്രഷ് ആവാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ പെരിഞ്ജീരകം അല്ലെങ്കിൽ ഫെനൽ എന്ന് പറയുന്നതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. വെയിറ്റ് ലോസിന്, അതുപോലെ ക്യാൻസർ പ്രിവെൻഷൻ, പിന്നെ ബ്രസ്റ്റ് ഫീഡിങ് വുമൺ ആണെങ്കിൽ മിൽക്ക് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും. പിന്നെ നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ഹെൽത്തിന് വളരെ നല്ലതാണ് കേട്ടോ. സ്റ്റൊമക്കിനൊക്കെ മൗത്ത് ഫ്രഷ്നറായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സാധനമാണ് നമ്മൾ ഫെനൽ സീഡ് എന്ന് പറയുന്നത്. പിന്നെ കാർഡമത്തിന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? കാർഡമത്തിൻ്റെ പ്രത്യേകത എന്താ? ഏലക്കായ അല്ലേ? ഏലക്കായ എന്ന് പറയുമ്പോൾ ക്യൂൻ ഓഫ് സ്പൈസസ് എന്ന് പറയുന്ന കക്ഷിയാണ്. ക്യൂൻ ഓഫ്
സ്പൈസസ്. കുറേ ക്യൂനുകളുണ്ട്, നിങ്ങൾക്ക് അറിയോ അതൊക്കെ? ക്യൂൻ ഓഫ് സ്പൈസസ് എന്ന് പറയുന്നതാണ് ഈ കാർഡമം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി കിങ് ഓഫ് സെറൈൽസ് ഉണ്ട്, അറിയോ ഏതാണ് കിങ് ഓഫ് സെറൈൽസ്? ജസ്റ്റ് ഒന്ന് പറയാം ഞാൻ. വീറ്റാണ് കേട്ടോ. കിങ് ഓഫ് സെറൈൽസ് എന്ന് പറയുന്നത് വീറ്റാണ്. ക്യൂൻ ഓഫ് സിറൈൽ ഏതാണെന്നറിയോ? ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ. മെയ്സ് ആണ്. ക്യൂൻ ഓഫ് സീരിയൽസ് എന്ന് പറയുന്നത് മെയ്സ്. ഓക്കെ, കിങ് ഓഫ് പൾസസ് ഉണ്ട്, അത് ചിക്പി എന്ന് പറയുന്ന സാധനമാണ്. ചിക്പി എന്താണ്? കിങ് ഓഫ് പൾസസ്. ക്യൂൻ ഓഫ് പൾസസ് വെറും പി. ക്യൂൻ ഓഫ് പൾസസ് ഇത് കിങ് ആണ് കേട്ടോ. ഇത് കിങ് ഓഫ് പൾസസ് ആണ്. ഇത് ക്യൂൻ ഓഫ് പൾസസ് ആണ്, പി എന്ന് പറയുന്നത്. കിങ് ഓഫ് ഓയിൽ സീഡ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് നട്ട്, നിലക്കടല അല്ലേ, ഗ്രൗണ്ട് നട്ടാണ് കിങ് ഓഫ് ഓയിൽ സീഡ് എന്ന് പറയുന്നത്. ക്യൂൻ ഓഫ് ഓയിൽ സീഡ് പറയുന്നത് സീസേം ആണ്. ക്യൂൻ ഓഫ് ഓയിൽ സീഡ് എന്ന് പറയുന്നത് ഏതാണ്? സീസേം. കിങ് ഓഫ് ഫ്രൂട്ട് ഏതാണെന്നറിയോ? അത് എല്ലാവർക്കും അറിയുണ്ടാവും. കിങ് മാംഗോ ആണ്. അപ്പോൾ ക്യൂൻ ആരായിരിക്കും? അതറിയുണ്ടാവില്ല. മാംഗോസ്റ്റീൻ ആണ് കേട്ടോ. മാംഗോസ്റ്റീൻ ആണ് ക്യൂൻ ഓഫ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. കിങ് മാംഗോ ആണ്. മനസ്സിലായോ? ജസ്റ്റ് ഒന്നുകൂടെ പറയാം. ക്യൂൻ ഓഫ് സ്പൈസസ് എന്ന് പറയുന്നത് കാർഡമാണ്. കിങ് ഓഫ് സിറൈൽസ് എന്ന് പറയുന്നത് വീറ്റ്. ക്യൂൻ ഓഫ് സിറൈൽസ് എന്ന് പറയുന്നത് മെയ്സ്. കിങ് ഓഫ് പൾസസ് ചിക്പി. ക്യൂൻ ഓഫ് പൾസസ് പി. കിങ് ഓഫ് ഓയിൽ സീഡ് ഗ്രൗണ്ട്നട്ട്. ക്യൂൻ ഓഫ് ഓയിൽ സീഡ് സീസേം. കിങ് ഓഫ് ഫ്രൂട്ട്സ് മാംഗോ. ക്യൂൻ ഓഫ് ഫ്രൂട്ട്സ് മാംഗോസ്റ്റീൻ. ഓക്കെ, കിട്ടിയോ? ഇത്രയും ആൾക്കാരൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോളൂ. പിന്നെ ഉണ്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഇനി ക്ലൗവിൻ്റെ കാര്യം പറഞ്ഞാൽ എന്താ, ഒരുപാട് മെഡിസിനൽ വാല്യൂ ഉള്ളതാണ് ക്ലൗ എന്ന് പറയുന്നത് അല്ലേ. പിന്നെ ഈ ഫെനൽ സീഡിനകത്ത് തന്നെ വൈറ്റമിൻ സി, കാൽസ്യം, മഗ്നീഷ്യം, പൊട്ടാസ്യം അതൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കൂടുതലായിട്ട് അതൊന്നും പറയുന്നില്ല. ക്ലൗവിന് ഒരുപാട് മെഡിസിനൽ ഇമ്പോർട്ടൻസ് വരുന്ന ഒരു സ്പൈസസ് ആണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Percent acidity is a acetic acid for chili sauce shall not be less than options 1.2, 1.5, 0.6, 1.0. എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? പെർസെൻറ്റ് അസിഡിറ്റി ആസ് അസിറ്റിക് ആസിഡ് ഫോർ ചില്ലി സോസ് ഷോൾ നോട്ട് ബി ലെസ് ദാൻ എത്രയാണ്? 1.0 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. മറക്കരുതേ, 1.0. ഓക്കെ, അപ്പോൾ ഈ അസിറ്റിക് ആസിഡിന് ഒരു പ്രത്യേകത ഉള്ള എന്താണ്? പെർസെൻറ്റ് അസിഡിറ്റി എന്ന് പറയുന്നത് ഓരോന്നിലും ഓരോ പെർസെൻറ്റേജ്, നോട്ട് ലെസ് ദാൻ ഇത്ര പെർസെൻറ്റേജ് എന്നുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ചില്ലി സോസിൻ്റെ കേസിലാണെങ്കിലും ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഈ അസിറ്റിക് ആസിഡിൻ്റെ പ്രത്യേകത എന്താണ്? വിനേഗറാണ് അല്ലേ. CH3COOH ആണ് അതിൻ്റെ കെമിക്കൽ ഫോമുല എന്ന് പറയുന്നത്. ഇതിന് വേറെ കുറേ പേരുകളൊക്കെ ഉണ്ട് കേട്ടോ. എത്തനോയിക് ആസിഡ്, കെമിസ്ട്രിക്കാർക്ക് അറിയുണ്ടാവും. എത്തനോയിക് ആസിഡ്, ദെൻ എത്തിലിക് ആസിഡ് എന്ന് പറയും. എത്തിലിക് ആസിഡ്, അതുപോലെ വിനേഗർ ആസിഡ് എന്ന് പറയും. ഓക്കെ, ഒന്ന് നോട്ട് ചെയ്തോളൂ. വിനേഗർ ആസിഡ്, ദെൻ മീഥൈൽ കാർബോക്സിലിക് ആസിഡ്, അങ്ങനെ കുറേ പേരുകളുണ്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ പെർസെൻറ്റേജ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പം ചില്ലി സോസിലാണെങ്കിൽ നോട്ട് ലെസ് ദാൻ 1% ആണ്. നമ്മുടെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ സോസിലൊക്കെ ആണെങ്കിൽ 1.2% ആണ്. ഓക്കെ, ജിഞ്ചർ പേസ്റ്റിലാണെങ്കിൽ 1%. ഇങ്ങനെയൊക്കെ ഓരോ കണക്കുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്തോളൂ. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സ്പൈസ് ഈസ് യൂസ്ഡ് കോമൺലി ഇൻ ഇന്ത്യൻ റെസിപ്പീസ് ടു മേക്ക് റൈസ് പുഡിങ്സ് ബൈ ആഡിങ് ഇറ്റ് ടു മിൽക്ക്? ഓപ്ഷൻസ് ഫെനുഗ്രീക്ക്, പാർസ്ലെ, കാർഡമം, ക്ലൗസ്. എന്താ ചോദിച്ചിരിക്കുന്നത്? ഏത് സ്പൈസാണ് ഇന്ത്യൻ റെസിപ്പിയിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ ടു മേക്ക് റൈസ് പുഡിങ്സ്? മിൽക്കൊക്കെ ആഡ് ചെയ്തിട്ടുള്ള റൈസ് പുഡിങ്സിൽ നമ്മൾ നോർമലി ആഡ് ചെയ്യുന്നത് ഏതാണ്? നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മളിപ്പോൾ പായസം ഉണ്ടാക്കുകയാണെങ്കിലും ഒക്കെ ഏതാണ്? നമ്മുടെ കാർഡമം അല്ലേ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നാലും പറയാം. ആൻസർ എന്താണ്? ഏലക്കായ അല്ലേ. ഏലക്കായാണ് ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് സാധാരണ ഇന്ത്യൻ റെസിപ്പിയിലൊക്കെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചിലർക്ക് ഈ കാർഡമത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടാവില്ല. എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. എന്നാലും പഴയ ആളുകൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. പായസത്തിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യും. ഇനി ഫെനുഗ്രീക്ക് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? നമ്മുടെ ഉലുവയാണ് ഫെനുഗ്രീക്ക് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ പാർസ്ലെ എന്ന് പറയുന്നത് മല്ലിയിലൊക്കെ പോലത്തെ സാധനം, സാധാരണ ഗാർണിഷ് ചെയ്യാനും ജസ്റ്റ് ഒരു ഫ്ലേവർ കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പാർസ്ലെ ഉപയോഗിക്കുന്നത്. മല്ലിയിലേനെ ഓർത്താൽ മതി. പിന്നെ ക്ലൗസ്, അതിനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. ക്ലൗസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. ഫ്ലവർ ബഡ്സ് ഓഫ് ദ ക്ലൗഡ് ട്രീ ആണ് അല്ലേ. ഫ്ലവർ ബഡാണ്, ഒരു പൂവിൻ്റെ മുട്ട് പോലെയല്ലേ നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇതിന് നെയിം ഒന്ന് ഓർത്ത് വെച്ചോളൂ. സിസിജിയം ആരോമാറ്റിക്ക. നല്ല പേരാട്ടോ, ഓർത്ത് വയ്ക്കാം. വളരെ ഈസി ആയിട്ടുള്ള പേരാണ്. സിസിജിയം ആരോമാറ്റിക്ക. ജസ്റ്റ് ഒന്ന്
നോട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which of the following is known as queen of spices? Options: cardamom, pepper, clove, none of these. ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഏതാണ് ക്യൂനോ സ്പൈസ് എന്ന് പറയുന്നത്? കാർഡമം ആണ്, എല്ലാവർക്കും അറിയാം അല്ലേ. കാർഡമത്തിനെ നമ്മൾ എന്താ പറയുന്നത്? ക്യൂനോ സ്പൈസസ് എന്ന് പറയും. അതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം ഒന്ന് വേണമെങ്കിൽ നോട്ട് ചെയ്തോളൂ. എലറ്റേറിയ കാർഡമോമ. എലട്ടിരുന്നു എന്ന് ഓർത്താൽ മതി. എലറ്റേറിയ കാർഡമോമം. ഈ ബൊട്ടാണിക്കൽ നെയിമാണ് നമുക്ക് കുറച്ച് പ്രശ്നം അല്ലേ പഠിക്കാനായിട്ട്. പിന്നെ ഫാമിലി ജിഞ്ചിബെറേഷ്യ, എവിടെ നിന്ന് വേണേലും ചോദിക്കാമല്ലോ. അപ്പോൾ അതും കൂടി ഒന്ന് നോട്ട് ചെയ്തോളൂ. ജിഞ്ചിബെറേഷ്യ. പിന്നെ ക്രോമസോം നമ്പർ 2n = 48 ഒക്കെ വരും. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി കേട്ടോ. ഇതൊക്കെ തന്നെയാണ് ഇതിൽ നിന്ന് ചോദിക്കാനുള്ളത്. അപ്പോൾ ക്യൂനോ സ്പൈസസ് ഒന്നും ചോദിക്കാൻ സാധ്യതയില്ല, ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which of the following state is called Spice Garden of India? Options: Andhra Pradesh, Kerala, Kashmir, Punjab. ആൻസർ വരുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്, കേരളയാണ്. കേരള ഈസ് നോൺ ആസ് ദ സ്പൈസ് ഗാർഡൻ ഓഫ് ഇന്ത്യ. ഓക്കെ, പിന്നെ എന്താണ്? കാശ്മീർ ഉണ്ട്. കാശ്മീരിൻ്റെ പ്രത്യേകത എന്താ അറിയോ? കാശ്മീർ എന്ന് പറയുമ്പോൾ സാഫ്രോൺ, നമ്മുടെ കുങ്കുമപ്പൂവാണ് മെയിനായിട്ട് അവിടെ. സാഫ്രോൺ കൾട്ടിവേഷനാണ് കേട്ടോ. ആ ഒരു പേരിലാണ് കാശ്മീർ മെയിനായിട്ട് അറിയപ്പെടുന്നത്. പിന്നെ ആന്ധ്രാപ്രദേശ് ഉണ്ട്. ആന്ധ്രാപ്രദേശിൻ്റെ പ്രത്യേകത എന്താ അറിയാം നിങ്ങൾക്ക്? റൈസ് ബൗൾ ഓഫ് ഇന്ത്യ എന്നൊക്കെ പറയുന്നതാണ് നമ്മുടെ ആന്ധ്രാപ്രദേശ്. പിന്നെ റൈസാണ് അവിടുത്തെ മെയിൻ ഐറ്റം, അതുകൊണ്ടാണ് റൈസ് ബൗൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. പിന്നെ ടൊബാക്കോ, അതൊക്കെ ആന്ധ്രാപ്രദേശിലാണ് ഫേമസ് ആയിട്ടുള്ളത്. പഞ്ചാബിൻ്റെ പ്രത്യേകത എന്താ? പഞ്ചാബ് എന്ന് പറയുന്നത് വീറ്റ്, അതുപോലെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതൊക്കെയാണ്. ഗ്രാനറി ഓഫ് ഇന്ത്യ എന്നും അറിയപ്പെടും കേട്ടോ പഞ്ചാബ്. ഗ്രാനറി ഓഫ് ഇന്ത്യ, ഇന്ത്യാസ് ബ്രെഡ് ബാസ്ക്കറ്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് പഞ്ചാബാണ്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following spice is obtained from stem? Options: clove, turmeric, cinnamon, none of the above. സ്റ്റെമ്മിൽ നിന്നും കിട്ടുന്ന സ്പൈസ് ഏതാണെന്നാണ് ഇവിടെ ആൻസർ വരുന്നത്. ടർമറിക് ആണ് കേട്ടോ. ടർമറിക് സ്റ്റെമ്മാണ്. അതായത് ഈ ടർമറിക് നമുക്ക് കിട്ടുന്നത് റൈസോം നിന്നാണ്. റൈസോം എന്നാണ് പറയാം. റൈസോം എന്ന് പറയുന്നത് എന്താണ്? മോഡിഫൈഡ് സ്റ്റെമ്മാണ്. ഓക്കെ, നോട്ട്സ്, ഇൻ്റർ നോട്ട്സ് ഒക്കെ ഉള്ള മോഡിഫൈഡ് സ്റ്റെമ്മാണ് ഈ റൈസോം. അതിൽ നിന്നാണ് നമുക്ക് ടർമറിക് കിട്ടുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് അറിയേണ്ട ക്ലൗവിൻ്റെ കേസിൽ പറഞ്ഞു, അത് ബഡ്സ് ആണ് അല്ലേ, ഫ്ലവർ ബഡ്സ് ആണ്. സിന്നമൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ബാർക്കാണ്, ഇന്നർ ബാർക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഓരോന്നിനും ഉണ്ട്. ഇപ്പം ജിഞ്ചർ എന്ന് പറയുന്നത് സ്റ്റെമ്മാണ്. ജിഞ്ചർ സ്റ്റെമ്മാണ് കേട്ടോ. നമ്മൾ റൂട്ടാണെന്ന് വിചാരിക്കും, ആക്ച്വലി അതും മോഡിഫൈഡ് സ്റ്റെമ്മിലാണ് വരുന്നത്. പെപ്പർ കോൺസ് എന്ന് പറഞ്ഞാൽ ബെറിയാണ്. ക്യൂമിൻ ഉണ്ടല്ലോ, ക്യൂമിൻ എന്ന് പറയുന്നത് ഫ്രൂട്ടാണ്. ഓക്കെ, സാഫ്രോൺ സ്റ്റിഗ്മാസ് ആണ്. കുങ്കുമപ്പൂന്ന് എക്സാക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ സ്റ്റിഗ്മാസ് ആണ് കേട്ടോ. നമ്മുടെ ഓപ്ഷൻ അനുസരിച്ച് നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. അസഫോയിറ്റഡ എന്ന് പറയുന്ന നമ്മുടെ കായം, അത് ഗമ്മാണ്. ഗം ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചോളൂ. ഓക്കെ, ക്ലൗ എന്ന് പറയുന്നത് ഫ്ലവറാണ്. ടെർമറിക് സ്റ്റെമ്മാണ്. സിന്നമൻ ഇന്നർ ബാർക്കാണ്. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്തോളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് ഉടനെ കാണാം. താങ്ക്